ധരിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അത് രാജേഷ് എന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയായിരുന്നു. അദ്ദേഹം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം അല്ലേ മസ്തിഷ്ക മരണം സംഭവിച്ചു അല്ലേ? ഇന്ന് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം ആ മരണത്തിലൂടെ പോലും അദ്ദേഹം മാതൃകയായിരിക്കുകയാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. വലിയൊരു വാർത്തയാണ്. എങ്ങനെയാണ് ഈ രാജേഷ് സാറുമായൊക്കെയുള്ള ബന്ധം? ഞാൻ അയൽവാസിയാണ്. പറയൂ, താങ്കളുടെ അയൽവാസിയാണ്. അയൽവാസിയാണ്. എങ്ങനെയാണ് രാജേഷ് സാറുമായി ബന്ധം? രാജേഷ് സാറ് നല്ലൊരു സുഹൃത്താണ്. എല്ലാവർക്കും നല്ലൊരു സ്വീകാര്യതയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അല്ലേ സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്തു എന്നതാണ് സത്യം. കാരണം ഇപ്പം നമുക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ആണല്ലോ ഇപ്പം നടന്നത്. എങ്ങനെയായിരുന്നു താങ്കളും ഈ രാജേഷ് സാറുമായി? എൻ്റെ ചിറ്റപ്പനാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ കാണും അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരുപാട്. എങ്ങനെയാണ് സാർ? എങ്ങനെയാണ് ഒരു പുള്ളിക്കാരൻ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. ഒരുപാട് കൂടുതൽ പറയാനായിട്ട് എനിക്ക് അച്ഛനെങ്ങനെയായിരുന്നു അസുഖം? നമ്മൾ അറിഞ്ഞില്ല. BP ആയിരുന്നു, BP ഹൈ ആയിരുന്നു. അങ്ങനെയാണ്. എങ്ങനെയായിരുന്നു ആശുപത്രിയിൽ? ആദ്യം മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ CT സ്കാൻ എടുത്തപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ബ്ലീഡിങ് ഉണ്ടെന്ന് ബ്രെയിനിൽ. അപ്പം നേരെ കിംസിലോട്ട് കൊണ്ടുപോയി. അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? അവിടെ മൊത്തം 7 ദിവസം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? ഈ അവയവദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അച്ഛന് ആഗ്രഹമുള്ളതുപോലെ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് എഴുതി കൊടുത്തിട്ടില്ല, സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്ത അനുവാദം. ഞാനും അമ്മയും ഒരുമിച്ച് തന്നെയാണ്. വിഷമാണെന്നറിയാം, വലിയൊരു കാര്യമാണല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എങ്ങനെയാണ് അമൃത സ്കൂളിൽ നിന്നൊക്കെ വന്നിരുന്നു ആൾക്കാർ? നമ്മൾ ആൾക്കാരെല്ലാം വന്നിരുന്നു. നമ്മൾ അവിടെ പൊതുപ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അമൃത സ്കൂൾ. അതെ. മഠവുമായി എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല. അവിടെ നിന്ന് സ്വാമികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ. എൻ്റെ ഹരിശാന്ത്. ഞാൻ USTയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ചേച്ചിയുടെ മകനാണ് സാറ്. അതിനൊക്കെ ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയുമായിരുന്നു. മഹാദാനമാണ് ചെയ്തത്. ഒരു കിംസിൽ കൊടുത്തു, ബാക്കിയുള്ളത് ഇപ്പോൾ. പക്ഷേ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കും, മരിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴും നമ്മുടെ വിശ്വാസം. എന്തൊക്കെ അവയവങ്ങളാണ് ദാനം ചെയ്തത്? 2 കിഡ്നികളും കരളും കണ്ണും. എവിടെ, ഏത് ആശുപത്രിയിലേക്കാണത്? കിംസിൽ 1 കൊടുത്തു, പിന്നെ മെഡിക്കൽ കോളേജ് അല്ലേ? എങ്ങനെയാണ് സാറ്? നിങ്ങൾക്ക്? ഞാനും സന്തോഷം ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ വീട് അടുത്ത് തന്നെ. ഒരു നല്ലൊരു നല്ലൊരു സഹപാഠിയായിരുന്നു. ആരുടെയും ദേഷ്യപ്പെടാറില്ല. ആരുടെയും ഒരു മറ്റുള്ള ഒരു ദുശീലങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു അധ്യാപകനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മസ്തിഷ്ക മരണവും, അപ്പോൾ അതിന് അതിൻ്റേതായ നിയമമുണ്ട്. അവനും ആഗ്രഹമായിരുന്നു. സ്കൂളിൽ തന്നെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പേപ്പറിൽ. മോനും ഭാര്യയും ഇങ്ങോട്ട് പറഞ്ഞു അത് നമുക്ക് ചെയ്യാം, ഡോക്ടേഴ്സ് നിങ്ങളുടെ താല്പര്യം അന്വേഷിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. രാത്രി 13-ാം തീയതി രാത്രി. ഈ അമൃതാനന്ദമയിയുടെ മഠം ഇടപെട്ടിരുന്നു? ഉണ്ട്. സ്വാമിമാർ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ വന്നിരുന്നു. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ പിന്നെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. നമുക്കാർക്കും ചെറിയ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓഫ് ചെയ്തുകൂടാന്നുള്ളതേ. അതുകൊണ്ട് ഈ 8-ാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. 13-ാം തീയതിയാണ് അവിടെ ഡിക്ലെയർ ചെയ്തത് ബ്രെയിൻ ഡെത്താണെന്ന്. 15-ാം തീയതി രാവിലെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി ബോഡി പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ശരിക്കുള്ള നല്ല ആദരവ് അവിടെ കിട്ടി. മരണശേഷവും ഒരു മാതൃകാ അധ്യാപകനായി തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിനരികിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു വാർത്ത അത് പുറത്തുവിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് പലർക്കും പറയാനുള്ളത്. ഒരു മനുഷ്യൻ അത് മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തെക്കുറിച്ച്
നല്ലത് പറയുന്നത് സ്വാഭാവികം. പത്രദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വരണമെങ്കിൽ അത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം മാതൃകയായിരിക്കുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നു. അത് വലിയ വാർത്ത. ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേഷ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അവയവമാണ് ദാനം ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.